ഇപ്പോൾ അമ്മയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് എൻ്റെ അമ്മച്ചീനെയാണ് കേട്ടോ. അമ്മച്ചിയുടെ ഫോട്ടോയിലേക്ക് ഞാൻ പരമാവധി നോക്കാതിരിക്കാൻ ശ്രമിക്കും. കാരണം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നല്ല സങ്കടമാവും. അങ്ങനെ നമ്മൾ ഇന്ന് അമ്മയുടെ വീട്ടിലത്തെ ഒരു ദിവസമായിട്ടോ കാണിക്കണത്. ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി സംസാരിച്ചിരുന്നിട്ട് സമയം പോകണമെന്ന് അറിയില്ല. അങ്ങനെ ലേറ്റായി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്ക് വേണം ഞങ്ങൾ 2 മണിക്ക് 3 മണിക്ക് അങ്ങോട്ട് കിടന്നുറങ്ങിയത് കേട്ടോ. കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ. ഒരു 7 മണി ആയപ്പോഴേക്കും എണീച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നൂൽപുട്ടും കടലക്കറിയായിരുന്നു കേട്ടോ അമ്മായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കല്യാണത്തിൻ്റെ തലേ ദിവസം ഇടാൻ വേണ്ടിയിട്ടാട്ടോ. ഞാൻ അന്ന് പറഞ്ഞില്ല അനിയത്തിയുടെ കല്യാണം വരണേന്ന്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയണത് കപ്പയും നല്ല പോത്ത് കറിയാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് നാട്ടിൽ വന്നിട്ട് 2ാമത്തെ വട്ടാട്ടോ പോത്ത് കൂട്ടുന്നത്. മാമൻ എന്താ വേണ്ടത്, ചിക്കൻ വേണമെന്നൊക്കെ ചോദിച്ചു. പോർക്ക് വേണം. ഇതൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ലാത്ത കാര്യം കേട്ടോ. ബീഫാണെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് കഴിക്കും. അപ്പോൾ ബീഫ് മേടിച്ചിട്ട് വന്നിട്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മായി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കപ്പയൊക്കെ അങ്ങോട്ട് നുറുക്കാൻ കൂടിയിട്ടോ. ഞാനും എൻ്റെ ട്വിൻ സിസ്റ്ററും കൂടി ഒരു 4ാം ക്ലാസ് വരെ നിന്ന് പഠിച്ച വീടാട്ടോ ഇത്. അത് കഴിഞ്ഞപ്പോൾ 5ാം ക്ലാസ് തൊട്ട് ഞങ്ങളെ എൻ്റെ അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തും കൊണ്ടാക്കിയിട്ടോ. എൻ്റെ അമ്മമ്മയും മേമയും മാമനൊക്കെ ആട്ടോ അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങളെ. അതുകൊണ്ട് ഈ വീടിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ.